ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ആ വ്യാജ പ്രചരണം നടത്തിയ ബ്ലാക്ക്മെയിൽ നടത്തിയ കേസിലെ പ്രതി പിടിയിൽ എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നു. മുഹമ്മദ് റോഷൻ എന്ന ആളെ പിടികൂടുന്നത് അങ്ങാടിപ്പുറത്തു നിന്നാണ്. കാപ്പ ബന്ധമൊക്കെ ഉണ്ട്, ഗൂണ്ടയാണ് എന്നൊക്കെ വാർത്തകളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അയാൾ പിടിയിലായിട്ടുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അപ്പോൾ ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒടുവിൽ മുഹമ്മദ് റോഷൻ പിടിയിലായിരിക്കുന്നു. എന്തായിരിക്കും ഇതിനെയൊക്കെ പിന്നിലെ? അഷ്മി, ക്രിസ്റ്റ്യന, ഗുഡ് മോർണിംഗ്. മുഹമ്മദ് റോഷൻ പിടിയിലായിരിക്കുകയാണ്. അങ്ങാടിപ്പുറത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഇയാൾ ഈ രീതിയിൽ ഈ 15 കോടി രൂപ ആവശ്യപ്പെടാനൊക്കെ ഉണ്ടായ കാരണം, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങളെ പോലുള്ള ആത്മീയ നേതാവിനെ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഈ രീതിയിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് പോലീസ് അന്വേഷിച്ചു വരികയുള്ളൂ. ജനുവരി 31-നായിരുന്നു ഈ രീതിയിൽ സാദിഖ് അലി തങ്ങളുടെ അവ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് 15 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെട്ട് മൊയ്ൻ അലി തങ്ങളെയും അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും ഒക്കെ പെരിന്തൽമണ്ണയിലെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തിയത്. ആ ഘട്ടത്തിൽ അവർ പരാതി നൽകാനൊന്നും തയ്യാറായിരുന്നില്ല. പിന്നീടാണ് കഴിഞ്ഞ ദിവസം മാർച്ച് 21-ന് ഫേസ്ബുക്കിൽ ഷാൻ ചാനു എന്ന പേരിൽ ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി സാദിഖ് അലി തങ്ങൾക്കെതിരെ മോശമായ രീതിയിൽ ഒരു പ്രചാരണം നടത്തിയത്. പിന്നീട് മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനും പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനും ഒരുപോലെ പരാതി നൽകുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ മുഹമ്മദ് റോഷനെ പിടികൂടിയിട്ടുള്ളത്. മുഹമ്മദ് റോഷൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഈ കാപ്പ കേസ് പ്രതിയാണ്. കാപ്പ കേസ് പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് പീഡനവും കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെ 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്ന് പറയുന്നു. കൃത്യമായൊരു മറുപടി അയാളിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 11 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ വിവരങ്ങൾ അയാളിൽ നിന്നും തേടുകയാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായി പോലീസിന് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.